നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. മൂന്നാർ ഏലപ്പെട്ടിയിലാണ്. ഗംഭീര സ്ഥലമാണ്. ഞാൻ മഞ്ഞിൻ്റെ ഇടയ്ക്കൂടായിരുന്നു നടന്നു വന്നത്. അടിപൊളി സൂപ്പർ, അടിപൊളി സൂപ്പർ, ഒരു പ്രശ്നവുമില്ല. നോക്കൂ, അപ്പുറത്ത് ഉള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റത്തില്ല. വണ്ടികളൊക്കെ അങ്ങ് താഴെ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു മിന്നാമിന്നിങ്ങിൻ്റെ വെട്ടം പോലെ കാണുന്നുള്ളൂ. പക്ഷേ ബ്രീത്തൊക്കെ എന്ത് ശുദ്ധമായ വായു എന്നറിയാം. അടിപൊളി സൂപ്പർ. അപ്പം ഏലപ്പെട്ടിയിലാണ്. ഏലപ്പെട്ടി വിശേഷങ്ങൾ, തുടർന്നുള്ള കാഴ്ചകൾ കാണാം. അടിപൊളി പ്ലേസ്. ചെറിയൊരു മഴയൊക്കെ പെയ്തു. അത് കാരണം കോടയൊക്കെ അങ്ങനെ കുറച്ച് പോയി. എന്നാലും ദൂരെ കോടയൊക്കെ കാണാം കേട്ടോ. നല്ല മഴയല്ലായിരുന്നു, ചെറിയൊരു പൊടിമഴയായിരുന്നു. ഞാനേ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മിസ് ചെയ്യും. ഓരോ വീഡിയോയിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഇവിടെ വന്നപ്പോഴും എനിക്ക് മിസ് ചെയ്തു. അന്നേരമാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. നമ്മുടെ മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കുന്നതേ ധാരണയുടെ പുറത്താണ്. അത് തെറ്റിദ്ധാരണയാകുമ്പോഴാണ് ബന്ധങ്ങൾ പലതും മുറിഞ്ഞു പോകുന്നത്. എന്നെ സംബന്ധിച്ച് എന്നെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിനും തുല്യമാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ചിന്ത ഇങ്ങനെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം മനുഷ്യരിൽ നല്ല ധാരണകൾ ഉണ്ടാവട്ടെ. അതിൽ നമുക്കൊരു മോശം അനുഭവം വന്നാലും നമ്മളത് പ്രശ്നമാക്കണ്ട. നല്ല നല്ല ധാരണകൾ, നല്ല നല്ല ചിന്തകളൊക്കെ ഉണ്ടാകട്ടെ. അതിലൊക്കെ നമുക്കെന്തെങ്കിലും നഷ്ടമോ ഒരു വിഷമമോ ഒക്കെ ഉണ്ടായാൽ നമ്മളത് കാര്യമാക്കാതിരുന്നാൽ മതി. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് ആൾക്കാരെ നമ്മളെ തിരിച്ചറിയാതെ പോകുന്നു. അങ്ങനെയൊക്കെ എന്തിനാണ് വെറുതെ? നല്ല ധാരണയോടുകൂടി നല്ല ബന്ധങ്ങളും നിങ്ങൾക്കും നിലനിർത്താൻ കഴിയട്ടെ. അപ്പം ബന്ധങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ കൂടെ കൂടുന്ന ബന്ധങ്ങൾ മോശമാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം അത്ര സുഖമാവത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം ബന്ധങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ചെറിയ മഴയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കട്ടെ. ഓക്കെ. ഏലപ്പെട്ടി ഗ്രാമത്തിലാണ്. ലൈൻ വീടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ലൈനിലാണ് വീട്. ഓരോ വാതിലും ഓരോ കുടുംബങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതിൽ ജോലി ചെയ്ത് കുടുംബങ്ങൾ പോറ്റുന്ന അച്ഛനും അമ്മമാരുമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, തണുപ്പിനെ അതിജീവിക്കാൻ തത്രപ്പാട് വിടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പം വേറെ കാര്യം, ഏലപ്പെട്ടി കുഞ്ഞു ഗ്രാമമാണ്. വളരെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഗ്രാമമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം അവിടെ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ തിരിച്ചറിയേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും ഒരു കാര്യമുണ്ട്. നോക്കൂ, ഡസ്റ്റ്ബിൻ. നീല ഡസ്റ്റ്ബിനും പച്ച ഡസ്റ്റ്ബിനും. നീലയ്ക്കകത്ത് പ്ലാസ്റ്റിക്കും
പച്ചക്കകത്ത് ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഇടും. നമ്മൾ എവിടെ പോയാലും, നമ്മൾ ടൗണിലായിക്കോട്ടെ ഗ്രാമത്തിലായിക്കോട്ടെ, നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു പെട്ടി അത് മുക്കിനും മൂലയിലും ഉണ്ടാകണം. അത് ഇലപ്പെട്ടിക്കാർക്ക് ഉണ്ട്. അവർ അവിടെ പഞ്ചായത്തായിരിക്കണം, അവരെ ആരെ കഴിക്കട്ടെ, അതവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ മാതൃകയാക്കണം. വളരെ സൈലൻ്റായിട്ട് വളരെ കുറച്ച് ആൾക്കാരുള്ളൊരു സ്ഥലമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. തണുപ്പിനെ അതിജീവിക്കാൻ തത്രപ്പാട് വരുന്ന ജനങ്ങളും വളരെ കുറച്ച് ജനങ്ങളും. ഏലപ്പെട്ടി വിശേഷങ്ങളാണ് ഇതൊക്കെ. നമുക്ക് നോക്കാം വേറെ കാര്യങ്ങൾ. ഇവിടുത്തെ ജനങ്ങളെ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് കരുതിക്കൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ജനുവരിയിൽ മഞ്ഞുകട്ടകൾ ഇങ്ങനെ വീഴുമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഡിസംബർ മാസമാണ്. അപ്പോൾ ഏകദേശം അടുത്ത മാസം ഇവർ വീണ്ടും ഏതാണ്ട് -4 താഴെയൊക്കെ എത്തിയിരുന്നെന്ന് തണുപ്പ്. നമുക്ക് വന്ന് കണ്ടു പോകാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഏലപ്പെട്ടി സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്, തണുപ്പാണ്. മൂന്നാറിൽ നിന്ന് ഒന്ന് കയറി പോരെ ഇങ്ങോട്ട്, എന്നിട്ട് ഏലപ്പെട്ടി വന്നിട്ട് ചായയൊക്കെ കുടിക്കാം. ഞാൻ ചായ കുടിക്കാനായിട്ട് പോവാണ്. ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എടുത്ത് ചായ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവാണെങ്കിൽ കഴിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറല്ലേ. ഒരു നൂലെ കൂടെ പോകുന്ന കാര്യമാണ് ബന്ധം. അപ്പോൾ ആ നൂലയിൽ നിന്ന് ഒരു ചാൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ബന്ധം പോയി. പിന്നെ അതിനെ ഓർത്തൊരു വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ബന്ധങ്ങളെന്നും സുരക്ഷിതമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ മനസ്സിൽ നിന്ന് നല്ല സ്നേഹത്തോട് ഇടപെടണം. അങ്ങനെയാണെങ്കിൽ ബന്ധങ്ങൾ നിലനിൽക്കും. ഭ്രാന്താന്നൊന്നും ഓർക്കണ്ട കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. തണുപ്പ് ഏറ്റപ്പം കിട്ടിയൊരു കാര്യമാണ്. ബന്ധങ്ങളെന്നും അമൂല്യമാണ്. തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് 2 ചായ കുടിക്കാം. അപ്പം 2 ഗ്ലാസ്സിലും ചായ ഉള്ളപ്പോൾ 2 കയ്യിലും ചൂടുണ്ടാവും. അപ്പം അങ്ങനെയും കൂടെ അതിജീവിക്കാം. ഞാൻ 2 ഗ്ലാസ്സും കുടിക്കുന്നുണ്ട്. അത് നല്ല ചായയും കൂടെ ആകുമ്പോഴേ സൂപ്പറാവും. വീണ്ടും മഴ ഇച്ചിരി കൂടിയിട്ടുണ്ട്. സൂപ്പർ കേട്ടോ, അടിപൊളിയാണ് തണുപ്പും. അപ്പോൾ എൻ്റെ തണുപ്പ് പോയി. 2 കയ്യിലും ചൂട് ചായ ആയപ്പോഴത്തെ തണുപ്പ് പോയി. അടിപൊളിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമില്ലേ, അത് ബന്ധങ്ങളുടെ കാര്യം. നിങ്ങൾ വിചാരിക്കണം കേട്ടോ എനിക്ക് പ്രാന്താന്ന്. ശരിയാ, അത് ഒരു പരിധി വരെ ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ധാരണകളാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നത്. അത് തെറ്റിദ്ധാരണകളായാൽ ആ ബന്ധം മുറിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഞാൻ ബജി കഴിക്കാൻ പോവാം. ഓക്കെ, ബജി കഴിച്ചിട്ട് അതിൻ്റെ ചൂടോടെ ചെല്ലുമ്പോൾ ഒരു ശകല ആശ്വാസം കിട്ടും തണുപ്പിന്. അപ്പോൾ ബജി കഴിക്കാനായിട്ട് പോട്ടെ. ഓക്കെ, അങ്ങനെ വറുത്ത് കുറേ മുളക് ബജി ഇട്ടു. അതിൽ നിന്ന് ചൂട് മുളക് ബജി ഞാൻ എടുത്തു. നമ്മളവിടെ മുളക് ബജിയുടെ കൂടെ ചട്നി ഉണ്ട്, പക്ഷേ ഈ ഏരിയയിലൊന്നും ഇല്ല. ഞാൻ ചായ ഇത്ര നന്നാകാൻ കാര്യം ചേട്ടനോട് ചോദിച്ചു കേട്ടോ. ചേട്ടൻ പറയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ചായയാണ്, അപ്പം മോശം ചായ കൊടുക്കാൻ പറ്റില്ല, സ്പെഷ്യൽ ചായ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് സ്പെഷ്യൽ ചായ. ഞാൻ സത്യം പറഞ്ഞാൽ 2 കയ്യിലും ചൂട് വേണമെന്നുള്ള രീതിയിലല്ല, ചായയും കൂടെ നന്നായിട്ടാണ് എടുത്തത്. അടുത്ത ചായ പറഞ്ഞു, അടുത്ത ചായ റെഡി ആയിട്ടുണ്ട്.
അത് 2 ഉണ്ട്, പക്ഷേ ഒരെണ്ണം വൈശാഖിനാണ്, ഒരെണ്ണം ഇരിക്കുകയാണ്. ഞാൻ മുളക് ബജി ഒന്ന് കഴിക്കട്ടെ. ഇത് കടലമാവാണ് കേട്ടോ. ഇത് കടലമാവെന്നൊക്കെ പറയുന്നില്ലേ, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ആയിട്ടുള്ള കടലമാവാണ്. ഞാൻ ഈ കഴിക്കുന്ന മുളക് ബജിക്ക് ചൂടിലൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട, നല്ല ചൂടാണ്. ഇപ്പോൾ കോരി എടുത്തിട്ടേ ഉള്ളൂ, ആ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഞാൻ പിന്നെ ഇത് കഴിക്കുന്നത് തണുപ്പ് ചൂട്, ഇപ്പം പിന്നെ ചൂടൊരു പ്രശ്നമാണോ തണുപ്പത്ത്? നല്ല സാധനമാണ് ഈ തണുപ്പത്ത് കഴിക്കാൻ. ചൂടോ എന്താണ് ബജ്ജി. ഓ മൈ ഗോഡ്, ബജ്ജി മേടിക്കാനായിട്ട് വന്ന ആളാ. കുടയൊക്കെ പിടിച്ചാൽ വന്നേക്കും, നമുക്ക് കുടയൊന്നും ഇല്ല. ഡെയിലി ബജ്ജി മേടിക്കുമോ? മേടിക്കോ? വാങ്ങ്. അപ്പോൾ ഡെയിലി ബജ്ജി കഴിക്കുന്ന ആളാ. ചേട്ടൻ പറഞ്ഞേട്ടോ, ബജ്ജി കഴിക്കുന്നതും ബജ്ജി പോലെ ഇരിക്കുന്നത്. ചെറിയ കുഞ്ഞ് സ്ഥലമാണ്, നല്ല മനുഷ്യർക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അടിപൊളി, സൂപ്പർ. ഇവിടെ വരണം. എലപ്പെട്ടി വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ ചായക്കടയൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് മഴയത്ത്, ചെറിയ മഴയാണ്. ഇത് മഴയാണോ മഞ്ഞ് പൊഴിഞ്ഞ് വീഴുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വെളിയിൽ എന്തോ വെള്ളം വീഴുന്നുണ്ട്. അപ്പം ഓക്കെ, ഏലപ്പെട്ട വിശേഷങ്ങൾ ഇതാണ്. കുഞ്ഞ് ഒരു ടൗണൊന്നും പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പറയാം. ഇവിടുത്തെ പ്രാദേശിക ആൾക്കാർക്ക് എല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു ജംഗ്ഷൻ. ഇവിടെ എല്ലാം ഉണ്ട്. പലചരക്ക് കടയുണ്ട്, പിന്നെ ഒരു ചായക്കടയുണ്ട്. ഒരു ചായക്കടയേ ഉള്ളൂ കേട്ടോ, ഒരു ചായക്കടയുണ്ട്. പിന്നെ ഒരു സ്റ്റേഷനറി കട പോലൊരു കടയുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഒരു കുരിശടിയുണ്ട്. അപ്പം അങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് വന്ന് ചേർന്ന് എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്ന ഒരു ജംഗ്ഷൻ, അതാണ് ഏലപ്പെട്ടി ജംഗ്ഷൻ. ഓക്കെ, അങ്ങനെ ഏലപ്പെട്ടി എപ്പിസോഡ് തീരുകയാണ്. ബന്ധങ്ങൾ അമൂല്യമാണ്, അത് ഒന്നിൻ്റെയും പേരിൽ വേർവിടാതിരിക്കട്ടെ. വീഡിയോ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. പിന്നെ തണുത്ത കുളിർന്ന ഏലപ്പെട്ടിൽ നിന്ന് ഒരു ടാറ്റ, ബൈ ബൈ.